ഒരുപാട് ആപ്പുകൾ റെയിൽവേ സേവനവുമായി ബന്ധപ്പെട്ടിട്ട് നിലവിലുണ്ട്. പക്ഷേ ഇപ്പൊ പുതിയൊരു ആപ്പ് വന്നിരിക്കുന്നു, റെയിൽ വൺ എന്ന പേരിൽ. എന്താണ് ആ ആപ്പിന്റെ പ്രത്യേകത? റെയിൽവേ ആപ്പ് നമുക്ക് വളരെ സൗകര്യമുള്ള സംഗതികളാണ്. ഇപ്പോൾ പണ്ടിപ്പോൾ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ, റെയിൽവേയുടെ ഏത് കാര്യം അറിയണമെങ്കിലും ഒന്നുകിൽ ഫോണിൽ ഇരിക്കണം. ലാൻഡ് ലൈന് എടുത്താൽ തന്നെ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടൂല. ഒന്ന് ഫോണായിരുന്നു, ആ കാലം പോയി. രണ്ടാമത് ഉണ്ടായിരുന്നപ്പോൾ വേറൊരു വഴിയുള്ളത്, അവിടെ പോയി ക്യൂ നിൽക്കണം. അറിയില്ലേ, റെയിൽവേ ബുക്കിങ്ങിനൊക്കെ ഒരു ഫോം ഫില്ല് ചെയ്ത് അങ്ങനെ നീണ്ട ക്യൂ നിൽക്കുകയാണ്. ആ കാലമൊക്കെ പോയി. ഇപ്പോൾ റെയിൽവേയിൽ ബുക്കിങ്ങിൽ ആരും ക്യൂവിൽ കാണുന്നേ ഇല്ല. വല്ല പിന്നെ മാസ് ബുക്കിങ്ങിനോ വലിയ ടീം ബുക്കിങ്ങിനൊക്കെയുള്ള അങ്ങനെയുള്ള അത്യാവശ്യത്തിനല്ലാതെ ആരും റെയിൽവേ ബുക്കിംഗ് ഓഫീസുകളൊക്കെ വെറുതെ ഇരിക്കുകയാണ് ഇപ്പോൾ. സത്യത്തിൽ ഒക്കെ ഓൺലൈനാണ്. രാജ്യത്ത് വന്ന ഏറ്റവും വലിയ പരിഷ്കാരമാണ് റെയിൽവേ ബുക്കിങ്ങിൽ വന്നിരിക്കുന്നത്. അത് വലിയ അത്ഭുതമാണ്. നമുക്ക് ഇന്നുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എവിടെ ഇരുന്നും എത്ര ദൂരത്തിരുന്നും ഏത് രാജ്യത്തിരുന്നും ഇന്ത്യൻ റെയിൽവേയുടെ ബുക്കിംഗ് സാധ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ ഗുണകരമായൊരു കാര്യം. ഇപ്പോൾ ഈ ബുക്കിംഗ് ആപ്പ്, റെയിൽവേയുടെ ആപ്പ് എടുക്കുമ്പോൾ നമ്മൾ തന്നെ കുറേ കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ തന്നെ ഒരുപാട് ആപ്പുകളുണ്ട്. അതിൽ പലതും പ്രൈവറ്റ് ആണ്. കുറെ കൂടി എഫക്റ്റീവായിട്ട് പ്രൈവറ്റ് നന്നായി കാശുണ്ടാക്കുന്നത്, ഇവർക്ക് കമ്മീഷൻ കിട്ടും. ഇപ്പോൾ ടിക്കറ്റ് കണ്ടില്ലേ, റെയിൽവേ ബുക്കിങ്ങിന്റെ റെയിൽവേ കൗണ്ടറിൽ അവിടെ ആളിരിക്കുന്നുണ്ടാവും, അവിടെ ആരും ഉണ്ടാവില്ല. അതിന്റെ ഇപ്പുറത്ത് പ്രൈവറ്റ് മെഷീനുമായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ടാവും. അവരോട് വാങ്ങിപ്പോ. എന്താ കാര്യം എന്ന് വെച്ചാൽ, അകത്തിരിക്കുന്നവർക്ക് കമ്മീഷൻ ഇല്ല, ശമ്പളം കിട്ടും. ഇപ്പുറത്തിരിക്കുന്നവർക്ക് ഒരു പക്ഷേ ശമ്പളത്തെക്കാൾ കൂടുതൽ കമ്മീഷൻ കിട്ടും. ഇത് രണ്ടും വല്ലാത്തൊരു സിസ്റ്റമാണ്, ഭയങ്കര മത്സരമാണ്. പക്ഷേ അത് എവിടെ കൊടുക്കുന്ന നോക്കൂ, റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിന്റെ തൊട്ട് മുമ്പിലാണ് ഇത് അനുവദിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു വൈരുദ്ധ്യം. അപ്പോൾ ഇതൊക്കെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ ടിക്കറ്റ് ബുക്കിങ്ങിന് എടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബുക്കിംഗ് ആപ്പുകൾ ഒരുപാട് എണ്ണം ഉണ്ട്. വെറുതെ നമ്മൾ ഗൂഗിൾ ഗൂഗിൾ ആപ്സ് അടിച്ചു നോക്കിയാൽ നമ്മുടെ ധാരാളം, ഇപ്പോൾ ഇക്സിഗോ എന്ന് പറഞ്ഞ ഒന്ന് കണ്ടിട്ടില്ല, എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ്. കൺഫേം ടിക്കറ്റാണ് ഞാൻ കഴിഞ്ഞ കാലമായിട്ട് ഉപയോഗിക്കും. കൺഫേം ടിക്കറ്റ് ഉണ്ട്. റെയിൽ മിത്ര എന്ന് പറഞ്ഞിട്ടൊന്ന്, റെയിൽ മിത്ര ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഒക്കെ ഈ നമ്മുടെ തീവണ്ടിയുടെ ചിത്രമൊക്കെ വെച്ചുകൊണ്ടുള്ള ആപ്പുകളാണ്. മേക്ക് മൈ ട്രിപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിലെല്ലാം ഉണ്ട്. മേക്ക് മൈ ട്രിപ്പ്, റെയിൽവേ ഉണ്ട്, ബസ് ടിക്കറ്റ് ഉണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, ഒക്കെയുള്ള വലിയ ടിക്കറ്റ് ഉണ്ട്. അതുപോലെ ഗോ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അത് ഇതുപോലെ. അപ്പോൾ യാത്രയുടെ എല്ലാ ആപ്പുകളും ഒരുമിച്ച്, മീൻസ് എല്ലാ തരം ബുക്കിങ്ങും ഒരുമിച്ച് കൊടുക്കുന്ന ആപ്പുകളുണ്ട്. പ്രൈവറ്റ് ആപ്പുകൾ ധാരാളം കാശുണ്ടാക്കുന്നത് അവരാണ്. ഇപ്പോൾ നമ്മളെ ഈ ബസ്സിന് റെഡ് ബസ് എന്ന് പറയില്ലേ, റെഡ് ബസ് ഉണ്ട്, റെഡ് ഫ്ലൈറ്റ് എല്ലാം ഉണ്ട്. റെഡ് ബസ്സിന്റെ കൂടെ തന്നെ അതിൽ തന്നെ ഫ്ലൈറ്റും എയറോ എല്ലാം ഉണ്ട്. അപ്പോൾ അത്തരം ഈ പ്രൈവറ്റ് ബുക്കിംഗ് ഏജൻസികൾ ആപ്പുകൾ ധാരാളം ഉണ്ട്. 2, ഇനി അതിൻ്റെ കൂടെ ഓർക്കേണ്ടത്, ഔദ്യോഗികമായി ഇന്ത്യൻ റെയിൽവേയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 2 ആപ്പുകൾ. ഇപ്പോൾ പ്രധാനമായിട്ട് ഒരു ആപ്പാണിത്. അതിൻ്റെ 2 ഏജൻസികളുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ യാത്രക്കാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഗവൺമെന്റ് തന്നെ ഏർപ്പെടുത്തിയ 2 കോർപ്പറേഷനുകളുണ്ട്. അതിലൊന്നാണ് ഈ ക്രിസ് എന്ന് പറയുന്നത്, സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ, CRIS. അതാണ് ആദ്യം യാത്രക്കാർക്ക് സേവനം ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേയുടെ പരമ്പരാഗത സമ്പ്രദായമല്ലാതെ അഡീഷണലായിട്ട് പ്രത്യേക സൗകര്യം യാത്രക്കാരെ സേവിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഏജൻസിയാണ്, സർക്കാർ ഏജൻസിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ അണ്ടറിലാണ്, റെയിൽവേ മന്ത്രിയുടെ കീഴിൽ വരുന്ന വകുപ്പാണ് ക്രിസ്. ഒരു ഒരു കോർപ്പറേഷനാണ്, സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം. സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം, അതാണ് ക്രിസ്. 1986 തൊട്ട് 1986 സ്ഥാപിച്ച കോർപ്പറേഷനാണത്. അത് കഴിഞ്ഞിട്ട് വന്ന രണ്ടാമത്തെ ഒന്നാണ്, കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അന്ന് വന്നൊരു സിസ്റ്റമാണ് IRCTC. IRCTC എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനാണ് IRCTC. അതുണ്ടാകുന്നത് 1999 1999. ഈ 2 കോർപ്പറേഷനും ഉണ്ടാക്കിയത് യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സേവനം നൽകാനാണ്. ഈ 2 കോർപ്പറേഷനുകളും ഈ സ്വകാര്യ ഏജൻസികളോട് മത്സരിക്കുന്ന വിധത്തിൽ കൂടുതൽ എഫക്റ്റീവായ ടിക്കറ്റ് ബുക്കിങ്ങിന് വേണ്ടി 2 ആപ്പുകൾ തുടങ്ങി. ആദ്യം തുടങ്ങിയത് IRCTC ആണ്. IRCTCയുടെ ആപ്പാണ് റെയിൽ കണക്ട്. നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ അത് പെട്ടിട്ടില്ല. ഇതൊക്കെ പ്രൈവറ്റ് ആണ്. ഗവൺമെന്റിന്റെ, ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഔദ്യോഗിക ഏജൻസിയായിട്ട് IRCTC നേരിട്ട് നടത്തുന്ന ടിക്കറ്റ് ബുക്കിങ്ങിന്റെ ആപ്പാണ് റെയിൽ കണക്ട് ഉണ്ട്. അത് ഗവൺമെന്റിൻ്റെതാണ്. എന്നാൽ അതിനോട് കോമ്പീറ്റ് ചെയ്യാൻ ഗവൺമെന്റ് തന്നെ മറ്റൊന്നുകൂടി കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറെ കൂടി മെച്ചപ്പെട്ട സേവനം, സത്യത്തിൽ റെയിൽ കണക്റ്റിനോട് മത്സരിക്കുന്ന മറ്റൊരു ആപ്പാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. അതാണ് റെയിൽ വൺ. അതാരുടേതാണ്? അത് ക്രിസിൻ്റെതാണ്. ഗവൺമെന്റിന്റെ 2 കോർപ്പറേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ക്രിസ് ആണ്, മറ്റൊന്ന് IRCTC ആണ്. IRCTCയുടെ ആപ്പാണ് റെയിൽ കണക്ട്, ക്രിസിന്റെ ആപ്പാണ് റെയിൽ വൺ. സത്യത്തിൽ ആദ്യം ഉണ്ടായ കോർപ്പറേഷൻ ക്രിസ് ആണെങ്കിലും അവർ ടിക്കറ്റ് ബുക്കിങ്ങിന് ഒരു ആപ്പ് തുടങ്ങിയിരുന്നില്ല.
ആ മേഖലയിലെ കുത്തക, സർക്കാർ മേഖലയിലെ ഔദ്യോഗികമായി നമ്മളെ പബ്ലിക് സെക്ടറിലെ അതിന്റെ കുത്തക റെയിൽ കണക്റ്റിനായിരുന്നു. ഇപ്പൊ അതിനോട് മത്സരിക്കാൻ പബ്ലിക് സെക്ടറിൽ തന്നെ പുതിയ ഏജൻസി വന്നു, പുതിയ ആപ്പ് വന്നു, അതിന്റെ പേരാണ് റെയിൽ വൺ. ഇനി എന്താണ് റെയിൽ വൺ വന്നാലുള്ള പ്രത്യേകത? അവർ പറയുന്നത് ഇപ്പോ നമുക്ക് IRCTCയുടെ സർവീസ് എങ്ങനെയുണ്ട് നമുക്കറിയാം, അതിനോട് മത്സരിക്കുന്ന പ്രൈവറ്റ് ഏജൻസികളുടെ സർവീസ് നമുക്കറിയാം, അത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ബാക്കിയൊക്കെ അവരുടെ വാഗ്ദാനങ്ങളാണ്. ഇപ്പൊ റെയിൽ വൺ നമുക്ക് നൽകുന്ന വാഗ്ദാനത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, നമുക്ക് റെയിൽവേയുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരു യാത്രക്കാരൻ റെയിൽവേയുമായി ഡീൽ ചെയ്യുമ്പോൾ, ഒരു യാത്രക്കാരൻ റെയിൽവേയുമായി കണക്ട് ചെയ്യുന്ന എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ഈ ആവശ്യങ്ങൾക്കൊക്കെ ഈ ആപ്പ് മതി. ഇപ്പോൾ റെയിൽ കണക്ട് ആണെങ്കിൽ അത് പോരാ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ്, പിന്നെ മാത്രമല്ല ഈ തത്കാൽ ബുക്കിംഗ്, വേറൊന്ന് നമുക്ക് അൺറിസർവ്ഡ് ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട്, റിസർവേഷൻ ഇല്ലാത്ത ടിക്കറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് റിസർവേഷൻ ഇല്ലാത്തൊരു സെക്ടറിൽ നമ്മൾ തിരക്കിട്ട് നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, വണ്ടി പോകാൻ നേരമായി, ടിക്കറ്റ് എടുത്തിട്ടില്ല, അത് ഓൺലൈൻ റിസർവ് ചെയ്യാൻ, അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് സർവീസ് ഉണ്ട്. വേറൊന്ന് ഇപ്പോൾ തത്കാൽ ബുക്കിംഗ് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ അതുപോലെ ട്രെയിൻ ട്രാക്കിങ്. നമ്മുടെ വണ്ടി ലേറ്റ് ആണോ അല്ലെ എവിടെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് ഇവിടുന്ന് കണ്ണൂർക്ക് പോകണമെന്ന് വിചാരിച്ചോ, അപ്പോൾ കണ്ണൂർക്ക് പോകണമെങ്കിൽ തിരുവനന്തപുരത്ത് വരുന്ന വണ്ടിയാണ്, ലേറ്റ് ആണോ അല്ലേ, അതാണ് ട്രെയിൻ ട്രാക്കിംഗ് എന്ന് പറയുക. അതൊന്ന്, വണ്ടി ലേറ്റ് ആണോ അല്ലയോ, എവിടെ എത്തി എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുപോലെ കോച്ച് പൊസിഷൻ, പലപ്പോഴും നമ്മൾ ലേറ്റ് ആയിട്ട് സ്റ്റേഷനിൽ ഓടിയെത്തുമ്പോൾ കോച്ച് പൊസിഷൻ നമ്മുടെ അവിടുത്തെ ഡിസ്പ്ലേ ബോർഡിലൊന്നും നോക്കാൻ നമുക്ക് നേരെ ഉണ്ടാവില്ല. ഇത് ഈ ആപ്പിൽ തന്നെ നേരിട്ട് ആപ്പിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. വേറെ ഒന്ന് ഇതിന്റെ പേയ്മെന്റ്, അതാണ് ഇതിന്റെ ഒരു അഡ്വാൻസ്. ഇതെല്ലാം അതുപോലെ തന്നെ വേറൊന്നുള്ളത്, ഇപ്പോൾ റെയിൽവേയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായി, ഒരാൾ നമ്മളെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഒരാൾ ശല്യപ്പെടുന്നു, ഒരാൾ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി, അങ്ങനെ എന്തെങ്കിലും, പിന്നെ നമ്മുടെ ഒരു ലൈറ്റ് കത്തുന്നില്ല, ഫാൻ, എന്തെങ്കിലുമൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ, ബാത്റൂമിൽ വെള്ളമില്ല, അത്തരം ഇഷ്യൂസ് ഒക്കെ തന്നെ കംപ്ലൈൻസ്, ഗ്രീവൻസസ് എന്തുണ്ടായാലും അതിന് സത്യത്തിൽ റെയിൽവേ കംപ്ലൈൻസ് വേറെ ആപ്പാണ്, അവരുടെ സൈറ്റിൽ കയറണം, കുറെ ഗുലുമാലുണ്ട്. ഇതെല്ലാം ഈ ആപ്പിലുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. കൺസോളിഡേറ്റഡ് ആപ്പ്, ഓൾ ഇൻ വൺ എന്നാണ് അവർ പറയുന്നത്. ഒരു റെയിൽവേ യാത്രക്കാരന് എന്തെല്ലാം ആവശ്യങ്ങൾ റെയിൽവേയിൽ ഉണ്ടാകുമോ അതെല്ലാം ഒറ്റ ക്ലിക്കിൽ, അതായത് ഒരൊറ്റ ആപ്പിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഓരോന്നിന് സെപ്പറേറ്റ് വിൻഡോ ഉണ്ട്. നമ്മൾ കൊടുത്താൽ മതി. ഇപ്പോൾ കംപ്ലയിൻസ് ആണെങ്കിൽ അത്, ബുക്കിംഗ് ആണെങ്കിൽ അത്, ക്യാൻസലേഷൻ ആണ് അത്, തത്കാലാണെങ്കിൽ അത്, പിന്നെ ഓൺലൈൻ അൺറിസർവ്ഡ് ടിക്കറ്റ് ബുക്കിങ്ങിനാണെങ്കിൽ അത്, കോച്ച് പൊസിഷൻ ആണെങ്കിൽ ഓരോന്നും നമുക്ക് ഒരൊറ്റ ആപ്പിൽ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ആൾ ഇൻ വൺ, സിംഗിൾ പ്ലാറ്റ്ഫോം എന്നാണ് ഇതിന്റെ പേര്. സിംഗിൾ പ്ലാറ്റ്ഫോം ആണ്. അതാണ് ഒരു പക്ഷേ റെയിൽ കണക്റ്റിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് റെയിൽ വണ്ണിനുള്ള ഒന്ന്. രണ്ടാമത്, പേയ്മെന്റിന് സാധാരണ എന്താ ചെയ്യുക? പേയ്മെന്റിന് സാധാരണ നമ്മൾ നിലവിലുള്ള ആപ്പാണ്. ഒന്നുകിൽ നമുക്ക് എന്തും പേയ്മെന്റ്, ഈ പേയ്മെന്റിലെ ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാം. നിന്റെ കയ്യിൽ റൂപേ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, പിന്നെ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, എന്ത് തരത്തിലും പേയ്മെന്റ് ചെയ്യാലോ, UPIയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാം. ഇതിനു വേണ്ടി ഇവർ തുറക്കിയിരുന്ന പുതിയൊരു സംവിധാനം, അതിന്റെ ലാഭവും അല്ലെങ്കിൽ അതിന്റെ വിഹിതം കൂടി റെയിൽവേക്ക് കിട്ടിക്കോട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. എന്താ വെച്ചാൽ വാലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് പേയ്മെന്റ് വിൻഡോ തുടങ്ങുകയാണ്. ഗൂഗിൾ പേയിൽ ചെയ്യാം, ഗൂഗിൾ പേ എല്ലാം ചെയ്യാം. നിലവിലുള്ള നമ്മുടെ കയ്യിൽ എന്ത് പേയ്മെന്റ് വിൻഡോ ആണോ ഉള്ളത്, എന്ത് പേയ്മെന്റ് സിസ്റ്റം ആണോ ഉള്ളത്, അതൊക്കെ ഉപയോഗിക്കാം. പ്ലസ് ഒരു ഓപ്ഷൻ കൂടി വരും, വാലറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസലേഷൻ വരെയൊക്കെ വരുമ്പോൾ ഫണ്ട് വരാനും കിട്ടാനും ഒക്കെ കുറെ കൂടി സൗകര്യമായിരിക്കും. അതുകൊണ്ട് വാലറ്റ് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിരിക്കും. അതുകൂടി റെയിൽവേക്ക്, ആ ഒരു ബിസിനസ് കൂടി റെയിൽവേക്ക് കിട്ടും. അതാണ് ഇതിന്റെ സൗകര്യം. ഇത്രയും സംഗതികളാണ് ഇതിന്റെ പ്രത്യേകത. ഇതെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പ് വന്നിരിക്കുകയാണ്. അതിന്റെ പേരാണ് റെയിൽ വൺ. ഇനി എന്താ ചെയ്യേണ്ടത്? റെയിൽ വൺ പതിവ് പോലെ നമ്മൾ ഗൂഗിൾ ആപ്സിൽ പോകുന്നു, റെയിൽ വൺ ഡൗൺലോഡ് ചെയ്യുന്നു. റെയിൽ വൺ ഡൗൺലോഡ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുന്നു. പിന്നെ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത പറയുന്നുണ്ട്. നേരത്തെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്പിൽ, പ്രൈവറ്റോ റെയിൽ കണക്റ്റോ, അതായത് പ്രൈവറ്റോ പബ്ലിക്കോ ആയ ഏതെങ്കിലും ഒരു ട്രെയിൻ ബുക്കിംഗ് ആപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ ആപ്പിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാസ്വേഡും യൂസർ നെയിമും പാസ്വേഡും എന്താണോ അത് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. രണ്ടാമത് ഒരു പുതിയ ലോഗിൻ സംവിധാനങ്ങൾ ഇല്ല. വേറൊന്ന്, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് ഡീറ്റെയിൽസ് കൊടുക്കാം. ട്രിപ്പ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പേയ്മെന്റ് ഓപ്ഷൻ വരുമല്ലോ. ട്രിപ്പ് ഡീറ്റെയിൽസ് കൊടുത്തു, കൺഫേം ചെയ്തു, പേയ്മെന്റ് ഓപ്ഷൻ സാധാരണ പോലെ തന്നെ. പേയ്മെന്റ് ഓപ്ഷനിൽ ആകെ അഡീഷണൽ ഉള്ളത് വാലറ്റും കൂടി ഉണ്ട്. അതാണ് ഒന്ന്. പിന്നെ ഒന്ന്, ആസ് യൂഷ്വൽ സാധാരണ പോലെ തന്നെ നമ്മുടെ ഇമെയിലിലും നമുക്ക് SMS-ലും
അതുപോലെ തന്നെ ഈ റെയിൽ വൺ എന്ന് പറയുന്ന ആപ്പിന്റെ സ്പെഷ്യൽ മെസ്സേജ് 3 തരത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരും. യുവർ ടിക്കറ്റ് ഹാസ് ബീൻ കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് ഇപ്പോൾ വരുന്നുണ്ടല്ലോ. നമുക്ക് SMS-ലും വരും, നമ്മുടെ ഇമെയിലിലും വരും, പ്ലസ് ഇവരുടെ സെപ്പറേറ്റ് മെസ്സേജും വരും. ഇത്രയുമാണ് ചെയ്യേണ്ടത്. ഇനി ആകെയുള്ള ഒരു പ്രശ്നം ശ്രദ്ധിക്കേണ്ടത് തത്കാൽ ബുക്ക് ചെയ്യുമ്പോഴാണ്. തത്കാൽ ബുക്ക് ചെയ്യുമ്പോഴുള്ള ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അറിയാലോ, തത്കാൽ മനസ്സിലായില്ല, 24 മണിക്കൂർ മുമ്പുള്ള ബുക്കിംഗാണ്. ആ ബുക്കിങ്ങിനുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കൃത്യസമയമാണ്, ആ സമയത്തെ ഓപ്പൺ ആവുള്ളൂ. എപ്പോഴാണത്? AC ബുക്കിംഗ് ആണെങ്കിൽ രാവിലെ 10 മണിക്ക്, നോൺ AC ആണെങ്കിൽ 11 മണിക്ക്. ഇത് പലപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? ഇതിന് കുത്തിയിരുന്നാൽ ഒരിക്കലും നമ്മൾ ഓണായി കിട്ടൂല. കാരണം എന്താണെന്നറിയോ? 10 മണി അല്ലെങ്കിൽ 11 മണി എന്ന് പറഞ്ഞ് ലോകം മുഴുവനുള്ള ആൾക്കാർ കുത്തിയിരിക്കുന്നുണ്ടാവും, ജാമാവും. അപ്പോൾ ഒരിക്കലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതിന് ഇവർ പറയുന്നൊരു കാര്യം, അക്കാര്യത്തിൽ തത്കാൽ ബുക്കിങ്ങിൽ, എല്ലാ കാര്യത്തിലും എന്ന പോലെ തത്കാൽ ബുക്കിങ്ങിൽ പ്രത്യേകിച്ചും ഞങ്ങൾ കുറെ കൂടി ഫാസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പറച്ചിലാണ്, സർക്കാർ വകുപ്പാണ്, നമുക്കൊന്നും ഉറപ്പിക്കണ്ട. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ഓഫർ ആദ്യമായി നമ്മുടെ ഗ്രീവൻസ്, അതായത് യാത്രക്കാരന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവന്റെ ബുദ്ധിമുട്ടുകൾ എന്താന്ന് അവർ ഫീഡ്ബാക്ക് എടുത്തിട്ട് അഡ്വാൻസ് അത് പരിഹരിക്കാനുള്ള ഒരു അഡ്വാൻസ് ഓഫർ അവർ വെക്കുന്നുണ്ട്. ആ ഓഫർ തീർച്ചയായിട്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് ഉപയോഗിച്ച് നോക്കാം, ആളുകൾ ഉപയോഗിക്കട്ടെ, അനുഭവത്തിന്റെ ഫീഡ്ബാക്ക് ആ ആപ്പിൽ തന്നെ ഡൗൺലോഡ് ആപ്പിലുണ്ടല്ലോ തിരിച്ചു കൊടുക്കാൻ. നിങ്ങൾ ഈ പറഞ്ഞ ഒന്നും ഇതിൽ നടക്കുന്നില്ല എന്നും പറയാം. ഇന്ത്യൻ റെയിൽവേ ആണ്, നമ്മുടെ ജനാധിപത്യ സംവിധാനമാണ്, നമുക്കുള്ള ഗുണം അതാണ്. പിന്നെ ഇത് നന്നായാൽ രാജ്യത്തിന് ഗുണമാണ്. ഇപ്പോൾ സ്വകാര്യ മുതലാളിമാർക്ക് ഉള്ളതല്ല, നമ്മുടെ ഗവൺമെന്റിനാണ്. ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന, നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനിയാണ്. പുതിയ അവരുടെ ഓരോ ഇന്നോവേഷനും രാജ്യത്തിന് ഗുണം ചെയ്യട്ടെ, കൂടുതൽ ലാഭം ഉണ്ടാക്കട്ടെ, ഒപ്പം നമ്മൾ ജനങ്ങൾക്ക്, യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാകട്ടെ. ഈ ആപ്പിന് നമുക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേരാം. ഇനി പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഇതിനെ വിമർശിക്കാനാണെങ്കിലും നമ്മൾ ഒട്ടും മടി കാണിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.